കാണാൻ പോകുന്ന സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ബുദ്ധിജീവികളായ കുറച്ച് റിവ്യൂ പറയണ ആൾക്കാർ. അതിൽ തന്നെ ഒരു മുന്തിയ ആളുണ്ട്. ഹായ് ഓൾ, ദിസ് ഈസ് ഖാ. ബാക്കി പറയാൻ പറ്റില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഡയറക്ഷൻ, മേക്കിംഗ്, ഗുഡ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊണൗൺസിയേഷൻ തെറ്റാത്ത കുറച്ച് വാക്കുകളും ചേട്ടനെ സ്വന്തം. ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ചേട്ടന്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് അജാതി മേക്ക് ഓവർ ആണ്. ഫിലിം സ്റ്റാർസ് പോലും മാറില്ല അത്രയും കോസ്റ്റ്യൂംസ്. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നീ എന്നെ ആക്കല്ലോ. ഫ്ലാറ്റുകളും മാറിക്കൊണ്ടിരിക്കും. ഫ്ലാറ്റിൽ റിവ്യൂ, റോട്ടിൽ റിവ്യൂ, തോട്ടിൽ റിവ്യൂ എന്ന് വേണ്ട, കഥാസംഗ്രഹം അനുസരിച്ചിട്ട് ആള് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തോണ്ട്. എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. ഇനി ആളുടെ റിവ്യൂ എങ്ങാനും എയർലായി വൈറലായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടി കാറിൽ ഒരു ചേട്ടൻ വരും. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ചേട്ടൻ കാറിലിരുന്ന് മാത്രമേ റിവ്യൂ പറയുള്ളൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. കഷ്ടകാലത്തിന് കഴിഞ്ഞ ദിവസം ഒന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വീട്ടിനകത്തേക്ക് കയറി. ഇപ്പൊ ആളെ എയറിലാണ്. എന്താ ഉറക്കം വരുന്നു? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.